ഹലോ ഫാമിലി, സോളമൻ ഇന്ന് തിരിച്ച് ലീവ് കഴിഞ്ഞ് ബാംഗ്ലൂർ പോകാട്ടോ. അപ്പോൾ അതിനെക്കാട്ടി മുമ്പ് അവന് പാൻറ്റിന് തുണി നോക്കാനായിട്ട് യൂണിഫോം പാൻറ്റിൻ്റെ ഷോപ്പയ്ക്ക് പോകും പുതുക്കാട്. അവിടെ നിന്ന് അത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾ അവന് കോട്ടിന് എന്തോ കുക്ക് വാങ്ങണമായിരുന്നു, അതും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ എൻ്റെ ക്ഷീണം മാറ്റാൻ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചിക്കൻ പത്തിരിയും പിന്നെന്താ മറ്റേ സോഡ സർബത്ത് വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏകദേശം സെയിം പന്തലുക്കാരൻ കട കണ്ടിട്ടുണ്ട്, കൊടകര. അവിടെ പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് കൊടകരയ്ക്ക് വിട്ടു. അവിടെ നിന്ന് ഏകദേശം സംഭവം സെറ്റായത് കണ്ടുപിടിച്ചു. അത് വാങ്ങിയിട്ട് അതിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് പോയിട്ട് അളവെടുക്കാൻ കൊടുത്തിട്ട് അയച്ചേൻ്റെ കടയിൽ നിന്ന് കുക്കും കിട്ടി. അങ്ങനെ തിങ്കളാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അവന് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വണ്ണം വെച്ചിട്ട് പാൻറ്റ് വേറെ തയ്ക്കാനാട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന കുക്കും കൊണ്ട് അവൻ വലിയമ്മയുടെ വീട്ടിലേക്ക് ഓടണ രംഗം കാണണേ. കാരണം ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും അത് കിട്ടണം, വലിയമ്മ തയ്ക്കേ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം 10 മണിയാകുമ്പോൾ ആണ് പറഞ്ഞ സമയം. അങ്ങനെ ഞങ്ങൾ കൊടകര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കര ബ്ലോക്കാ മോനെ, വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളാൻ. അങ്ങനെ അവൻ കിടന്നുറങ്ങിയപ്പോഴേക്കും 11 മണിയാകുമ്പോഴേക്കും വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. കൊടകര വരെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു ചേട്ടാ നെല്ലായിന്ന് കയറാമെന്ന്. അങ്ങനെ നെല്ലായി കൊണ്ടാക്കി. എന്നെ സോളമൻ പോയി ഗൈസ്, ഇനി എന്നാ വരാമെന്നറിയില്ല. അപ്പോൾ അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി കിടന്നു. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ്